ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ജാസ്മിന്റെ പേര് ലോക്കാക്കിയ ജിൻഡോ ലിവിംഗ് റൂമിൽ വന്നിട്ട് പൂജയുടെയും അർജുന്റെയും പേര് പറയുന്ന കാഴ്ചയായിരുന്നു കേട്ടോ. എന്നിട്ട് ഋഷി പറഞ്ഞത് ജാസ്മിൻ, അർജുൻ എന്നിവരുടെ പേരുകൾ തന്നെയാണ്. അത് പോട്ടേന്ന് വെക്കാം, കാരണം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ജാസ്മിൻ എന്ന പേര് പറഞ്ഞതേ ജിൻഡോ ആണ്. ആ ഒരു സംശയത്തിലേക്ക് എത്തിച്ചേർന്നതേ ജിൻഡോ ആണ്. പിന്നെ സി ഐ ഡികൾക്ക് സംഭവിച്ച മെയിൻ ഒരു പാളിച്ച മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് അവര് കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ്. ഇവരെങ്ങനെയാണ് ഈ ഒരു ക്രൈം നടത്തിയത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല. ബിഗ് ബോസ് അവരോട് എണീറ്റ് നിന്ന് പറയാൻ പറഞ്ഞപ്പോ മാത്രമാണ് അർജുനും ജാസ്മിനും ഈ ഒരു കഥ മൊത്തം പറഞ്ഞത്. അപ്പോഴാണ് സി ഐ ഡികൾ പോലും ഈ ഒരു കഥ അറിയുന്നത്. ശ്രീരേഖയെ കൊന്നത് ലിപ്സ്റ്റിക് വെച്ചിട്ടും, റസ്മിനെ കൊന്നത് തത്തയെ വെച്ചിട്ടും, അഭിഷേകിനെ കൊന്നത് സ്പൂൺ വെച്ചിട്ടുമാണെന്നൊക്കെ എല്ലാവരും അറിയുന്നത് അപ്പോഴാണ്. ഈ കാര്യങ്ങളും കൂടി ജിൻഡോയും ഋഷിയും തെളിയിക്കുകയായിരുന്നുവെങ്കിൽ അടിപൊളി ആയനെ. സാഹചര്യ തെളിവുകളും പിന്നെ മൊഴികളും മാത്രം വെച്ചിട്ടൊന്നും അല്ലല്ലോ റിയൽ ലൈഫിൽ നമ്മുടെ പ്രതികളെ പിടിക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ പിടിക്കാറില്ലല്ലോ. അതുകൊണ്ട് ജിൻഡോയും ഋഷിയും അത്രയും കണ്ടുപിടിച്ചിട്ടും ആരുടെയും ഭാഗത്തു നിന്ന് ഒരു അപ്രിസിയേഷൻ കിട്ടുന്നതായിട്ടൊന്നും കണ്ടില്ല. ബിഗ് ബോസ് പോലും ലാസ്റ്റ് ആണ് അവരെ പ്രശംസിച്ചത്. എന്തായാലും പ്രശംസിച്ചു ലാസ്റ്റ് എല്ലാരെയും. ടാസ്ക് ചെയ്ത അർജുനെയും ജാസ്മിനെയും എല്ലാരെയും പ്രശംസിച്ചു. പിന്നെ ആത്മാക്കളെ മാത്രം പ്രശംസിച്ചില്ല. ആത്മാക്കളെ ഗതികിട്ടാതെ അലയുകയാണെന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അഭിഷേക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ടാസ്ക് അവസാനിച്ചു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.